ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്ന് പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ മഴയത്ത് കുറച്ച് പോർക്ക് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 1/2 കിലോ പോർക്ക് പന്നി കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വടക്കോട്ട് കണ്ണൂർ ഒരു കർണാടക അടുത്ത ഭാഗത്തേക്കൊക്കെ അത്യാവശ്യം നല്ല പോർക്ക് ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഇവിടെ കുറച്ച് പോർക്ക് ഒരു 1/2 കിലോ പോർക്ക് വാങ്ങിച്ച് നല്ല ഉപ്പും മുളകും ഒക്കെ ഇട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ സ്പൂൺ കേട്ടോ, ഉപ്പും ഇട്ടിട്ട് കുക്കറിലൊരു 6 വിസിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പുറത്ത് നല്ല മഴയാണ്, കൊണ്ട് അടച്ച് പിടിച്ച് പെയ്യുന്ന മഴയാണ്, പുറത്തിറങ്ങാനൊരു നിവൃത്തിയില്ല. ആകെ മഴ പെയ്ത് വെള്ളമൊക്കെ കയറിയിരിക്കുകയാണ്. അപ്പോൾ മഴയത്ത് നല്ല പോർക്കിറച്ചി കഴിച്ചാലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ ഞാൻ കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി കേട്ടോ, കുഞ്ഞുള്ളി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി. അപ്പോൾ വെളുത്തുള്ളി ഒരു 2 വെളുത്തുള്ളി വലിയ 2 എണ്ണം, അതുപോലെ ചുവന്നുള്ളി ചെറിയ ഉള്ളി ഒരു 10-15 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വലിയൊരു പീസ് ഇഞ്ചി. അത്രയും വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. കുറച്ച് പച്ചക്കുരുമുളക്, ദയവായിട്ട് ഇന്നലെ കുറച്ച് പച്ചക്കുരുമുളക് വരച്ചിട്ടുണ്ടായിരുന്നു, പഴുത്ത് വരുന്നേ ഉള്ളൂ. അപ്പം അത് അതിൽ പഴുത്ത മണി നോക്കിയിട്ടൊരു 5-6 മണി ഇതിലിട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പച്ച കുരുമുളക് അരച്ച മത്തിക്കറിയൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതിൻ്റെ റെസിപ്പി പിന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ ഇതിലേക്ക് കുറച്ച് പഴുത്ത കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ചെറിയ ഉള്ളി ആയതുകൊണ്ട് തന്നെ വേഗം അതിൻ്റെ സ്മെല്ലൊക്കെ അങ്ങനെ പച്ച മണമൊക്കെ പോയിട്ട് നല്ല സ്മെല്ലൊക്കെ ആയിട്ട് വരും. അപ്പോൾ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്, ആഹാ. അപ്പോൾ ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഇതിലേക്ക്, ഈ പന്നിയിറച്ചിയിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട്, അതായത് ഈ കൂട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും പച്ചക്കുരുമുളകും ഒക്കെ ഇട്ടത് വഴറ്റി വെച്ചിട്ടുള്ളത് ഒന്ന് ഇതിലേക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ വേവ് നോക്കുമ്പം ഇത് അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. 6 വിസിലൊക്കെ വന്നിട്ടുണ്ട്, എന്നാലും അതൊന്ന് മുറിഞ്ഞ് വരുന്ന ഭാഗമായിട്ടില്ല, ഒരു ഉറപ്പുണ്ട്. അപ്പോൾ ഇതിട്ടിട്ട് എന്തായാലും ഒരു 5-6 വിസിലും കൂടെ വെക്കേണ്ടി വരും. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ കുറേശ്ശെ അതിലേക്ക് മാറ്റി കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലിട്ടിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊരു 2-3 വിസിലും കൂടി വന്നിട്ടുണ്ടെങ്കിൽ, 3-6 വിസിലും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ സൂപ്പറാവും കേട്ടോ. എന്നിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക വേണ്ടു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒരു 2 തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലർക്ക് തക്കാളീൻ്റെ ടേസ്റ്റ് ഇഷ്ടാവില്ല, ഒരു പുളി പോലെ ഉണ്ടാവും. പക്ഷേ ഇത് നല്ല വഴുത്ത തക്കാളിയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മധുരം ഉണ്ടാവും കേട്ടോ. ഈ എരിവിൻ്റെ കൂടെ ഒരു ചെറിയൊരു മധുരം, പക്ഷെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം തക്കാളി ഇഷ്ടമുള്ളവരാണെങ്കിൽ തക്കാളീൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഉള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയും മാത്രം ഇട്ടാൽ മതി. ഇപ്പം ഞാൻ 2 നല്ല പഴുത്ത മധുരമുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് വഴറ്റി ഇനി ആ തക്കാളീൻ്റെ ഒരു ഇതും കൂടെ ഒരു പച്ചയും കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തക്കാളി ഇടണമെന്ന് വിചാരിച്ചല്ല, പിന്നെ എന്തായാലും 2 തക്കാളിയും കൂടി ഇട്ടേക്കാം എന്ന് വിചാരിച്ചു. ഇപ്പോൾ പൊടികളൊന്നും ഇതിലേക്ക് ഇടുന്നില്ല, കാരണം പൊടികളൊക്കെ ആദ്യം ഇട്ടതാണല്ലോ. അതിലേക്ക് മല്ലി ഇട്ടിട്ടില്ല, മല്ലിക്കൊരു കുത്തുന്ന ടേസ്റ്റാണ് അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് മല്ലി ഇട്ടിട്ടില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ടാണ് പന്നി വേവിച്ചത് കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്, നല്ല വൃത്തിക്കായിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് ഞാനിട്ട് ഇളക്കി ഇനിയൊരു 6 വിസിലൂടെ വന്നാൽ മതി. അപ്പം നമ്മൾ അടിപൊളി പോർക്ക് വരട്ടിയത് റെഡി. വളരെ പെട്ടെന്ന് തന്നെ ആവാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.